നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചിറ്റാരിക്കാലിൽ നടന്ന തൃക്കരിപ്പൂർ മണ്ഡലം UDF തിരഞ്ഞെടുപ്പ് പൊതുയോഗം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. BJPയെ നേരിടാൻ ലഭിച്ച പല അവസരങ്ങളും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പാഴാക്കിക്കളഞ്ഞുവെന്ന് മുഖ്യമന്ത്രി. മറ്റുള്ളവരോട് വിരോധം തീർക്കാൻ അക്ഷരവിദ്യയെ വ്യഭിചരിക്കരുതെന്ന് കഥാകൃത്ത് T. പത്മനാഭൻ. പയ്യന്നൂർ LIC ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്ക് പതിവാകുന്നു. ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസിനെ ഏർപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. കരിവെള്ളൂർ കൃഷിഭവന്റെ നേതൃത്വത്തിലുള്ള പച്ചക്കറി ക്ലസ്റ്റർ ശ്രദ്ധേയമാകുന്നു. മറ്റൊരു വിഷുക്കാലം കൂടി. വിഷുക്കണിയാകാൻ ഖാദി കേന്ദ്രങ്ങളിൽ ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ ഒരുങ്ങി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് UDFന് അനുകൂലമായ സാഹചര്യമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ആദ്യം പോളിംഗ് 2016. BJPയെ നേരിടാൻ ലഭിച്ച പല അവസരങ്ങളും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പാഴാക്കിക്കളഞ്ഞുവെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ചിറ്റരിക്കാലിൽ നടന്ന തൃക്കരിപ്പൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 5 വർഷക്കാലം പുരോഗമനപരമായ പല കാര്യങ്ങളും UDF ഗവൺമെന്റിന് ചെയ്യാൻ കഴിഞ്ഞു. കാരുണ്യ പദ്ധതി ഉൾപ്പെടെ നിരവധി ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കുവാനും ഗവൺമെന്റിന് സാധിച്ചു. റബ്ബറിന്റെ വിലയിടിവ് മൂലം കഷ്ടപ്പെടുന്ന കർഷകർക്ക് 150 രൂപ മിനിമം വേതനം നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി അവകാശപ്പെട്ടു. തങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ചർച്ച ചെയ്യാൻ അനുവദിക്കാതെ നിയമസഭ തടസ്സപ്പെടുത്തുക മാത്രമാണ് മാർക്സിസ്റ്റ് പാർട്ടികൾ ചെയ്യുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പക്ഷേ അവർക്ക് BJPക്കെതിരായി എന്തെങ്കിലും ചെയ്യാനൊരു അവസരം കിട്ടിയപ്പോൾ അവർ പാഴാക്കി. ബീഹാറിൽ ഒറ്റയ്ക്ക് മത്സരിച്ചു. എല്ലായിടത്തും കെട്ടിവെച്ച പണം വഴിയായി. നല്ലൊരു പങ്ക് നിയോജകമണ്ഡലത്തിൽ കെട്ടിവെച്ച പണം പോയി. ബാക്കിയുള്ളിടത്ത് ചെറിയ വോട്ടിനൊക്കെ കെട്ടിവെച്ച പണം കിട്ടിയെങ്കിൽ അത് നിസ്സാരമായിട്ട് മാത്രം. വികസനം മാത്രം മുന്നിൽ കണ്ട് നാടിന്റെ മുഖച്ഛായ മാറ്റിയ ഈ ഗവൺമെന്റിന്റെ തുടർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ UDFന് വോട്ട് ചെയ്യണമെന്നും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ യാതൊന്നും സംസാരിക്കാതെയാണ് മുഖ്യമന്ത്രി പോയത്. ചടങ്ങിൽ ഹമീദ് അലി ഹാജി അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് CK ശ്രീധരൻ, P. ഗംഗാധരൻ നായർ, KP കുഞ്ഞിക്കണ്ണൻ, AGC ബഷീർ, ശാന്തമ്മ ഫിലിപ്പ് തുടങ്ങി നിരവധി നേതാക്കൾ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. UDF പയ്യന്നൂർ മണ്ഡലം സ്ഥാനാർത്ഥി സാജിദ് മവനാലിന്റെ പ്രചരണത്തിന് ചൊവ്വാഴ്ച തുടക്കമാകും. മുന്നോടിയായി പ്രമുഖ നേതാവ് KN കണ്ണോത്തിന്റെ വീട്ടിൽ സന്ദർശനം നടത്തി. ദീർഘനാളത്തെ ചർച്ചയ്ക്കും ആശങ്കകൾക്കും ശേഷമാണ് UDF പയ്യന്നൂർ മണ്ഡലം സ്ഥാനാർത്ഥിയായി സാജിദ് മവനാലിനെ ഉറപ്പിച്ചത്. തുടക്കത്തിൽ ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു കേട്ടിരുന്നെങ്കിലും അനിശ്ചിതത്വം ഒഴിവായിരുന്നില്ല. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇദ്ദേഹത്തിനെതിരെ നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നെന്നും സംസാരമുണ്ടായിരുന്നു. തുടർന്ന് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരം പയ്യന്നൂരിലെ സീറ്റ് ഘടകകക്ഷിയായ RSPക്ക് നൽകുമെന്നും കേട്ടിരുന്നു. എന്നാൽ പയ്യന്നൂർ പോലെ പ്രബലമായൊരു സീറ്റ് ഘടകകക്ഷിക്ക് നൽകരുതെന്ന വാദവുമായി മണ്ഡലം നേതൃത്വം രംഗത്ത് വന്നതോടെ സാജിദ് മൗനാലിന് വീണ്ടും നറുക്കുവീഴുകയായിരുന്നു. പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായി സ്ഥാനാർത്ഥിയും പ്രവർത്തകരും തിങ്കളാഴ്ച പ്രമുഖ കോൺഗ്രസ് നേതാവ് KN കണ്ണോത്തിന്റെ വസതിയിലെത്തി അനുഗ്രഹം വാങ്ങി. ഈ പ്രദേശത്ത് നാളുകളേറെയായി ജയിച്ചു വരുന്ന ഒരേ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ അവർ ഏത് വിധേനയും ജയിക്കും എന്നുള്ള അഹങ്കാരത്തോടു കൂടി
ഈ പയ്യന്നൂർ നിയോജക മണ്ഡലത്തെ പിന്നോട്ടടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് ഈ പ്രദേശത്ത് അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുമ്പോഴും ജനങ്ങളോട് സംസാരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്ന യാഥാർത്ഥ്യമാണ്. രാഷ്ട്രീയ ചർച്ചയും വിശദാംശങ്ങളുമായി നീണ്ട സംസാരത്തിനൊടുവിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തന ഫണ്ടിലേക്ക് കെ എൻ കണ്ണോത്ത് തുകയും കൈമാറി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, എ പി നാരായണൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. പയ്യന്നൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി സി കൃഷ്ണൻ ചെറുപുഴയിലും പരിസര പ്രദേശങ്ങളിലും പര്യടനം നടത്തി. രാവിലെ കക്കയഞ്ചാൽ സെന്റ് മേരീസ് ഫെറോന പള്ളിയിലെത്തിയ സ്ഥാനാർത്ഥിയും സംഘവും വികാരിയെ കണ്ടതിനു ശേഷം സെന്റ് സെബാസ്റ്റ്യൻ ഹോസ്പിറ്റൽ, കോൺവെന്റ് എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി. തുടർന്ന് ചെറുപുഴ ടൗണിലും ബസ് സ്റ്റാൻഡിലുമുള്ള വോട്ടർമാരെ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. പി കൃഷ്ണൻ, ടി വി കുഞ്ഞിക്കണ്ണൻ, എം വി ശശി, ശ്രീകാന്ത്, MR രതീഷ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കാസർഗോഡ് ജില്ലയിലെ മണ്ഡലങ്ങളിൽ UDFന് അനുകൂലമായ സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. തൃക്കരിപ്പൂരിൽ നെറ്റ്വർക്ക് ചാനലിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃക്കരിപ്പൂരിൽ സ്വകാര്യ സന്ദർശനത്തിനെത്തിയ മുഖ്യമന്ത്രിയെ തൃക്കരിപ്പൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി KP കുഞ്ഞിക്കണ്ണൻ, പയ്യന്നൂർ മണ്ഡലം സ്ഥാനാർത്ഥി സാജിദ് മവൽ, തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് P കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളും UDF ഘടകകക്ഷി നേതാക്കളും മുഖ്യമന്ത്രിയെ കാണാൻ എത്തിയിരുന്നു. വെടിക്കെട്ട് ദുരന്തത്തെക്കുറിച്ചും ഭരണ തുടർച്ചയെക്കുറിച്ചും തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ DDF ഭീഷണിയെക്കുറിച്ചും ചോദിച്ച മാധ്യമപ്രവർത്തകരോട് കാസർഗോഡും സംസ്ഥാനത്തിനകത്തും UDFന് അനുകൂല സാഹചര്യമാണ് ഉള്ളതെന്നും പറഞ്ഞ മുഖ്യമന്ത്രി തൃക്കരിപ്പൂരിൽ നിന്നും ഈസ്റ്റ് എളേരി പഞ്ചായത്ത് UDF കൺവെൻഷൻ ഉദ്ഘാടനത്തിനായി യാത്രയായി. UDFന്റെ 5 കൊല്ലം മുമ്പ് ജനങ്ങൾക്ക് പ്രകടമായ ഒരു മാറ്റം അവരുടെ ജീവിതത്തിൽ തിരിച്ചറിയാൻ ഓരോരുത്തരുടെയും കുടുംബത്തിൽ തിരിച്ചറിയാൻ വ്യത്യാസത്തിന് അതീതമായി കാസർഗോഡ് ജില്ലയിലും കേരളത്തിലും പൊതുവെ UDFന് അനുകൂലമായ സാഹചര്യമാണ്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പയ്യന്നൂർ മണ്ഡലം BJP സ്ഥാനാർത്ഥി ആനിയമ്മ രാജേന്ദ്രൻ ചെറുപുഴ മേഖലയിൽ പര്യടനം നടത്തി. ചെറുപുഴയിലെത്തിയ സ്ഥാനാർത്ഥി ആദ്യം പോയത് കക്കയംചാലിലെ സെന്റ് സെബാസ്റ്റ്യൻ ഹോസ്പിറ്റലിലും തൊട്ടടുത്ത കോൺവെന്റിലുമായിരുന്നു. കോൺവെന്റിലെത്തിയ അവർ കന്യാസ്ത്രീമാരുടെ അനുഗ്രഹം വാങ്ങിയതിനു ശേഷം ചെറുപുഴ കക്കയഞ്ചാൽ അയ്യപ്പക്ഷേത്ര പരിസരം എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി. BJP നേതാക്കളായ മുരളീധരൻ, മോഹനൻ പലേരി, കൊടക്കൽ ദാമോദരൻ, വേണുഗോപാലൻ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നു. കഴിഞ്ഞ 5-6 ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ പയ്യന്നൂർ മണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് കഴിഞ്ഞ 50 വർഷമായി ഇവിടം ഭരിച്ചിരുന്ന ഭരണകർത്താക്കളുടെ ഭരണപരാജയമാണ്. അടിസ്ഥാന വികസനം ഒന്നും ഉണ്ടായിട്ടില്ല. റോഡുകളായാലും കുടിവെള്ളമായാലും വൈദ്യുതിയുടെ കാര്യത്തിലായാലും പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഇതൊന്നും എത്തിപ്പെടാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ മത്സരിക്കുന്നത് ഈ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ നാടിന് ഒരു സമഗ്രമായ വികസനം ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അതിനുവേണ്ടി എല്ലാ ആളുകളുടെയും വോട്ടഭ്യർത്ഥിക്കാൻ വേണ്ടി ആളുകളെ ഞാൻ കണ്ടുകൊണ്ടേയിരിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ഇലക്ഷൻ ഓർമ്മ. ആവേശം നിറഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്തിന്റെ ഓർമ്മയിൽ കഴിയുകയാണ് കരിവെള്ളൂർ പുത്തൂരിലെ 85-കാരനായ നീലമ്പത്ത് രാഘവൻ. ഓരോ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും പഴയകാല തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നീലമ്പത്ത് രാഘവന് ഓർമ്മ വരാറുണ്ട്. അന്നൊക്കെ തെരഞ്ഞെടുപ്പ് കാലം ഉത്സവം പോലെയായിരുന്നു. നടന്ന് സംഘമായിട്ടായിരുന്നു അന്ന് പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നത്. ഇന്ന് ഇത് കുറേയൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരിൽ കാണാനാകുമെന്നും രാഘവൻ പറയുന്നു. 85ൻ്റെ നിറവിലെത്തിയ നീലമ്പത്ത് രാഘവൻ ജീവിത സായാഹ്നത്തിലും വീട്ടിൽ വെറുതെ ഇരിക്കാറില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. കടന്നപ്പള്ളി രാമചന്ദ്രൻ തൻ്റെ കന്നിയംഗത്തിനിറങ്ങിയപ്പോൾ കൊടക്കാട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് നോക്കാൻ പോയ സംഭവമാണ് തെരഞ്ഞെടുപ്പെന്ന് കേൾക്കുമ്പോൾ രാഘവന് ആദ്യം ഓർമ്മ വരിക. കൊടക്കാടുള്ള ഒരു കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിലേക്കാണ് അന്ന് പോയത്. പണയക്കാട് ദേവസ്ഥാനം വഴിയാണ് യാത്രയെന്നും ഓർത്തെടുക്കുന്നു. ഏതായാലും അയാളെ കാണുകയുണ്ടായില്ല. തിരിച്ചു വരുമ്പോൾ കൊടക്കാട് വയലിൽ വെച്ച് കുറേ ആൾക്കാർ ഇവരെ തടഞ്ഞു. പിന്നെ വാക്കുതർക്കമായി കത്തിക്കുത്തായി. രാഘവൻ്റെ കൂടെയുണ്ടായിരുന്ന ഒരാൾക്ക് കുത്തേൽക്കുകയും ചെയ്തു. നെഞ്ചത്താണത്രേ കുത്തേറ്റത്. കോളനി നിവാസികളാണ് കുത്തേറ്റയാളെ രാഘവൻ്റെ അച്ഛൻ കീനരി ചന്ദ്രാംഗതൻ്റെ വീട്ടിലെത്തിച്ചത്. അവിടെ നിന്ന് ആശുപത്രിയിലെത്തിക്കുകയും ചെയ്തു. അന്നത്തെ 9 പേരിൽ 4 പേർ ഇന്നില്ല. അതൊക്കെ ആവേശത്തിൻ്റെ കാലമായിരുന്നുവെന്നും ഇന്ന് പലരും ആർക്കോ വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നതെന്നും രാഘവൻ പറയുന്നു. വോട്ടർ ലിസ്റ്റ് വാങ്ങാനായിട്ട്
മുടക്കാട്ട് പോയി. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങളെ വളഞ്ഞ് മർദ്ദിച്ചു. ഒരാൾക്ക് കുത്തേറ്റു, ഒരാളെ പിടിച്ച് കെട്ടി. ഇങ്ങനെയൊക്കെ നിർബന്ധിച്ചിട്ട് ഞങ്ങളവിടെ ഓടി രക്ഷപ്പെട്ടതാണ്. ആ കുത്തേറ്റ ആളെ ബൈക്ക് വീണ നിൽക്കുന്ന എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി. അത് സൊസൈറ്റീൻ്റെ തിരഞ്ഞെടുപ്പില്ല. ഞങ്ങൾ കരുവള്ളൂർ സൊസൈറ്റി തിരഞ്ഞെടുപ്പിന് പോയപ്പോൾ അവിടെ വെച്ച് മാർക്സിസ്റ്റുകാരെ ഞങ്ങളെ ബലമായിട്ട് പിടിക്കുകയും 4 വന്ന് എൻ്റെ ഷർട്ട് പിടിച്ചു, രണ്ടാൾക്ക് മുണ്ട് പിടിച്ചു. അങ്ങനെ പിടിച്ച് വീട്ടിൻ്റെ കൊണ്ടുപോയി ചോറ് തന്നെ ചവിട്ടി റോഡിലിട്ടു. അവരങ്ങനെ എടുത്തിട്ടില്ല. രക്ഷപ്പെടുമ്പോൾ ആണ് ഇവർ എന്നെ അടിക്കുന്നതും എന്നെ വീഴ്ത്തുന്നതും. ഒരിക്കൽ സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കരുവള്ളൂരിലെത്തിയപ്പോൾ കുറേ ആൾക്കാർ വന്ന് തന്റെ മുണ്ടഴിച്ചു കൊണ്ടുപോയ കഥയും നീലമ്പത്ത് രാഘവന് പറയാനുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. പിലാത്തറ ടൗണിലെ RSS പതാക സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ പിലാത്തറ ടൗണിൽ പ്രകടനം നടത്തി. പിലാത്തറ UP സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. സജിത്ത് KV, വിജയൻ മാങ്ങാട്, VV ഉണ്ണികൃഷ്ണൻ, ഗിരീഷ് PV, ബാലകൃഷ്ണൻ KPP തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മറ്റ് വാർത്തകളിലേക്ക്. മറ്റുള്ളവരോട് വിരോധം തീർക്കാൻ അക്ഷരവിദ്യയെ വ്യഭിചരിക്കരുതെന്ന് കഥാകൃത്ത് T. പത്മനാഭൻ. പയ്യന്നൂർ തെരു കസ്തൂർബ സ്മാരക വായനശാല ഗ്രന്ഥാലയം നടത്തിയ സംസ്ഥാനതല ചെറുകഥാ ക്യാമ്പ് കഥാകാലം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റുള്ളവരോട് വിരോധം തീർക്കാൻ അക്ഷരവിദ്യയെ വ്യഭിചരിക്കരുതെന്ന് കഥാകൃത്ത് T. പത്മനാഭൻ അഭിപ്രായപ്പെട്ടു. എഴുത്തുകാരന് ആത്മാർത്ഥത ഏറ്റവും പ്രധാനമാണ്. നിങ്ങൾ നിങ്ങളോട് പൂർണ്ണമായും സത്യസന്ധരായിരിക്കണം. ഭാഷാസ്വാധീനം വന്നതിന് ശേഷം മാത്രമേ എഴുത്തുകാരനാകാൻ കഴിയൂ. ഭാഷാസ്വാധീനമാകണമെങ്കിൽ മഹാന്മാരായ കവികളുടെ കാവ്യങ്ങൾ വീണ്ടും വീണ്ടും വായിക്കണം. ചെറുശ്ശേരിയുടെയും എഴുത്തച്ഛൻ്റെയും കൃതികൾ ഹൃദിസ്ഥമാക്കണം. അത് വായിക്കുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. എന്നാൽ ഭാഷയിൽ വിശ്വസിക്കണം. വിശ്വാസം മാത്രമായിരിക്കണം കഥാസാഹിത്യത്തിൽ ഊന്നുവടി. കഥ എഴുതണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മികച്ച കഥകൾ വായിക്കാനും തയ്യാറാകണം. അവയുമായി സംവദിക്കാനും കഴിയണം. വായനയാണ് പ്രധാനം. ഒപ്പം ഭാഷയിൽ നല്ല മിടുക്കും വേണം, കയ്യൊതുക്കവും വേണം. എഴുത്തുകാരൻ്റെ പണിയായുധം ഭാഷയാണെന്ന് തിരിച്ചറിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആശാൻ പറഞ്ഞിട്ടുണ്ട്, തൂകിടായിട്ടത് ശിതാശവങ്ങളിൽ അശുഭനക്ഷരങ്ങളിൽ പൂവ് വിതറുന്നത് പോലെ നിങ്ങൾ അത് പൂവല്ല, അത് കൂടെ ചെയ്യരുത്. പിന്നെ ആത്മാർത്ഥത, അത് ഏറ്റവും പ്രധാനം. TI മധുസൂദനൻ അധ്യക്ഷനായി. ക്യാമ്പ് അംഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം T. പത്മനാഭൻ നിർവഹിച്ചു. GD നായർ, പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ, K. ശിവകുമാർ, PK. സുരേഷ് കുമാർ, M. പ്രദീപൻ, TT. രാഘവൻ, പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. സമാപന ദിവസം രാവിലെ മുതൽ വിവിധ സെഷനുകളായി അശോകൻ ചെരുവിൽ, ഹരിദാസ് കരിവള്ളൂർ, TP. വേണുഗോപാലൻ, KT. ബാബുരാജ്, PK. ശ്രീവത്സൻ, ആതിര V എന്നിവർ സംസാരിച്ചു. ക്യാമ്പ് പത്രിക സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ പ്രശസ്ത തമിഴ് സാഹിത്യകാരൻ ശ്രീപതി പത്മനാഭയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. ക്ഷേത്രങ്ങളിൽ വെടിക്കെട്ടും ആനയെഴുന്നള്ളിപ്പും കർശനമായി നിയന്ത്രിക്കണമെന്ന് എഴുത്തുകാരൻ T. പത്മനാഭൻ. പയ്യന്നൂരിൽ നെറ്റ്വർക്ക് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെടിക്കെട്ട് ലോകം മുഴുവൻ നടക്കുന്നുണ്ട്. പൂർണ്ണമായും നിരോധിക്കാൻ കഴിയില്ല. പാശ്ചാത്യ രാജ്യങ്ങളിൽ വലിയ തോതിൽ വെടിക്കെട്ട് നടക്കുന്നുണ്ട്. എന്നാൽ ഇവിടെയൊന്നും ദുരന്തങ്ങൾ ഉണ്ടാകുന്നില്ല. ബുദ്ധിപൂർവവും സൂക്ഷ്മതയോടും കൂടിയാണ് ഇവയൊക്കെ കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ വെടിക്കെട്ട് അപകടമുണ്ടാകുന്നത് സൂക്ഷ്മതയില്ലാത്തത് കൊണ്ടാണ്.
വെടിക്കെട്ട് നടത്തുന്നതിനുള്ള നിയമം പാലിക്കാത്തവരെ കഠിനമായി ശിക്ഷിക്കണമെന്നും ടി പത്മനാഭൻ പറഞ്ഞു. അത് ആനകളെ കുറിച്ച്. ഇനി വെടിക്കെട്ട് കേരളത്തിൽ മാത്രമല്ല, ലോകം മുഴുവനും വെടിക്കെട്ടുണ്ട്. സോവിയറ്റ് റഷ്യയിലുണ്ട്, ഗൾഫ് രാജ്യങ്ങളിലുണ്ട്, അമേരിക്കയിലുണ്ട്, ഓസ്ട്രേലിയ, ലോകം മുഴുവനും വെടിക്കെട്ടുകളെ നമ്മൾക്കൊരിക്കലും പൂർണ്ണമായി നിരോധിക്കുവാൻ കഴിയുകയില്ല. വളരെ ബുദ്ധിപൂർവം സൂക്ഷ്മതയോടെ ഉപയോഗിച്ചാൽ ദുരന്തങ്ങൾ ഒഴിവാക്കുവാൻ കഴിയും. കാട്ടിൽ കിടക്കേണ്ട ആനയെ നാട്ടിൽ കൊണ്ടുവരുമ്പോൾ പ്രശ്നമുണ്ടാക്കും. ക്ഷേത്രങ്ങളിൽ ആനയെ എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പയ്യന്നൂർ LIC ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്ക് പതിവാകുന്നു. ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസിനെ ഏർപ്പെടുത്തണമെന്നും ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കണമെന്നും ആവശ്യം ശക്തമാകുന്നു. ഏറെ തിരക്ക് പിടിച്ചതും പയ്യന്നൂരിലെ പ്രധാന കേന്ദ്രവുമായ LIC ജംഗ്ഷനിലെ 4 കൂടിയ കവലയിൽ വാഹനങ്ങൾ നിറഞ്ഞ് ഗതാഗതക്കുരുക്ക് പതിവാകുകയാണ്. പലപ്പോഴും മണിക്കൂറുകളോളം കുരുക്കഴിയാതെ ജനങ്ങൾ ദുരിതം പേറുന്നതും പതിവാണ്. നിലവിലുണ്ടായിരുന്ന വെയിറ്റിംഗ് ഷെൽട്ടറും ഇവിടെ നിന്ന് നീക്കിയെങ്കിലും ബസ്സുകൾ പഴയയിടത്തു നിന്ന് തന്നെ ആൾക്കാരെ കയറ്റുന്നതും ഗതാഗതക്കുരുക്കിനിടയാക്കുന്നുണ്ട്. ഇവിടെ ട്രാഫിക് സിഗ്നൽ സംവിധാനമോ പോലീസിനെ നിയമിക്കുകയോ ചെയ്യണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. കരിവെള്ളൂരിൽ ജൈവ പച്ചക്കറി ശേഖരണം ആരംഭിച്ചു. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കും ഫാർമേഴ്സ് ക്ലബ്ബും കർഷക സംഘത്തിന്റെയും നേതൃത്വത്തിലുള്ള ജനകീയ പച്ചക്കറി സമിതിയും സംയുക്തമായി നടത്തിയ വിഷുക്കാലത്തേക്കുള്ള വിഷരഹിത പച്ചക്കറിയുടെ പാടശേഖരങ്ങളിൽ വെച്ചുള്ള ശേഖരണമാണ് ആരംഭിച്ചത്. കരിവെള്ളൂർ വില്ലേജിന്റെ 4 അതിർത്തിയോളം പരന്നുകിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. തികച്ചും വിഷരഹിതം, വിശ്വസിച്ചു കഴിക്കാം. ഒട്ടുമിക്ക പച്ചക്കറികളും ഇവരുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്തിട്ടുണ്ട്. കുണിയൻ, തെക്കേ മണക്കാട്ട്, ഓണക്കുന്ന്, ആണൂർ വയൽ, തെരു, കുതിര എന്നിവിടങ്ങളിലെ പാടശേഖരങ്ങളിലായാണ് പ്രവർത്തകർ കൃഷിക്കാരിൽ നിന്നും പച്ചക്കറികൾ ശേഖരിച്ചത്. 15 കിൻഡലോളം പച്ചക്കറികൾ ഇങ്ങനെ ശേഖരിച്ചു. ഇതിനായി കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് ചൊവ്വാഴ്ച ജൈവ പച്ചക്കറി ചന്ത ആരംഭിക്കും. കൃഷിക്കാർക്ക് ന്യായവില നൽകി ഇടത്തരക്കാരെ ഒഴിവാക്കി പച്ചക്കറികൾ ഉപഭോക്താക്കളിൽ നേരിട്ടെത്തിക്കുകയാണ് പ്രവർത്തകരുടെ ലക്ഷ്യം. ഗുണഭോക്താക്കൾക്ക് വിഷരഹിതമായ പച്ചക്കറി നൽകുക എന്നാണ് ഈ പ്രധാനപ്പെട്ടത്. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിനും കരിവെള്ളൂർ ഫാർമേഴ്സ് ക്ലബ്ബും നാളെ 12-ാം തീയതി മുതൽ വിഷരഹിത പച്ചക്കറി ചന്ത നടത്തിയിരുന്നു. ഇതിന് ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കാണ് നൽകുന്നത്. ഇത് കൂട്ടായ പ്രവർത്തനം, കർഷക സംഘത്തിൻ്റെയും കൂട്ടായ പ്രവർത്തനം ഇതിൻ്റെ പിന്നിലുണ്ട്. സ്കൂൾ കുട്ടികൾ വരെ ഈ ഉദ്യമത്തിൽ പങ്കാളികളായതാണ് തങ്ങളുടെ വിജയമെന്ന് ഫാർമേഴ്സ് ക്ലബ്ബ് സെക്രട്ടറി കാന ഗോവിന്ദൻ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കേരള ജേർണലിസ്റ്റ് യൂണിയൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ടോപ്പ് ഫോം ഓഡിറ്റോറിയത്തിൽ നടന്നു. സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. അതിരാവിലെ തന്നെ കൊല്ലം താളൂരിലെ ആ വെടിക്കെട്ട് അപകടത്തിന്റെ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകർ ഇന്ന് അവഗണന പേറുന്നവരാണെന്നും അവർക്ക് അർഹമായ ആനുകൂല്യങ്ങളും അവകാശങ്ങളും നൽകാൻ ഭരണാധികാരികൾ തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു. മുതിർന്ന പത്രപ്രവർത്തകരെ ചടങ്ങിൽ നഗരസഭാധ്യക്ഷൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ ഉപഹാരം നൽകി ആദരിച്ചു. സംഘാടക സമിതി ചെയർമാൻ PB കുഞ്ഞപ്പൻ അധ്യക്ഷനായി. KU വിജയകുമാർ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, KT സഹദുള്ള, NP ഭാസ്കരൻ എന്നിവർ പ്രസംഗിച്ചു. മാധ്യമധർമ്മവും നിയമങ്ങളും എന്ന വിഷയത്തെ അധികരിച്ച് TV മദനൻ ക്ലാസ് എടുത്തു. KJU സംസ്ഥാന സെക്രട്ടറി അനിൽ ബിശ്വാസ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബാബു തോമസ്, പീറ്റർ ഏഴിമല, ശ്രീനി ആലക്കോട് എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി M രാമകൃഷ്ണൻ പ്രസിഡന്റും ശ്രീനി ആലക്കോട് സെക്രട്ടറിയായും 21-അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. സാമൂഹ്യ പ്രവർത്തകയും ചലച്ചിത്ര താരവുമായ സോണിയ മൽഹാർ പിലാത്തറ ഹോപ്പ് സന്ദർശിച്ചു. ഹോപ്പിന് സഹായ വാഗ്ദാനങ്ങൾ ദാനം ചെയ്യുന്നതായും സോണിയ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. ജീവകാരുണ്യ രംഗത്ത് നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന മുംബൈ ആസ്ഥാനമായ പ്രതീക്ഷ ട്രസ്റ്റിന്റെ അംബാസിഡറായ സോണിയ മൽഹാർ തിങ്കളാഴ്ച രാവിലെയോടെയാണ് പിലാത്തറ ഹോപ്പിലെത്തിയത്. ഹോപ്പിനെക്കുറിച്ചും ട്രസ്റ്റി ജയമോഹന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കേട്ടറിഞ്ഞാണ് താരം ഹോപ്പ് സന്ദർശിച്ചത്.
തുടർന്ന് മണിക്കൂറുകൾ ചെലവിട്ട് ഓരോ അന്തേവാസികളെയും കാണുകയും അവരുടെ അനുഭവങ്ങൾ കേൾക്കുകയും ചെയ്തു. അന്തേവാസികളുടെ കഥകൾ കേട്ട താരം ഒരു വേള വികാരാധീനയാവുകയും ചെയ്തു. പ്രതീക്ഷകൾ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പുത്തൻ പ്രതീക്ഷകൾ നൽകുന്ന സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം പ്രശംസനാർഹനീയമാണെന്നും സ്ഥാപനത്തിന് എല്ലാവിധ സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുവെന്നും സോണിയ പറഞ്ഞു. ഇതുപോലുള്ള സ്ഥാപനങ്ങൾ സന്ദർശിക്കുമ്പോൾ നമ്മൾക്ക് കൂടുതൽ പ്രവർത്തിക്കാനുള്ള കരുത്തും മനസ്സും ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഈ ഹോപ്പ് നിരവധി വർഷങ്ങളായിട്ട് നൂറുകണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാനും മറ്റ് സന്നദ്ധ പ്രവർത്തനങ്ങളിലും സജീവരാണ്. അപ്പോൾ ഈ ഹോപ്പിൽ ഇന്ന് എനിക്ക് അഭിമാനമുണ്ട്. ഇന്ന് ഞാൻ ഇവിടുത്തെ ഒരു മെമ്പറായിട്ടുണ്ട്. അപ്പോൾ അതിലൊരുപാട് അഭിമാനവും സന്തോഷമുണ്ട്. ഹോപ്പ് എന്ന വാക്ക് തന്നെ പ്രതീക്ഷയാണ്. പ്രതീക്ഷ നശിച്ച ഒരു പറ്റം ജനങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. നമ്മളതൊക്കെ കാണാതെ പോകുന്നതാണ് പലരും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ ഉത്തരവാദിത്തം കൂടുതൽ ബോധ്യപ്പെടുത്തുകയാണ് ഹോപ്പെന്നും അവർ കൂട്ടിച്ചേർത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. വിഷുക്കണിയാകാൻ ഖാദി കേന്ദ്രങ്ങളിൽ ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ ഒരുങ്ങി. 390 രൂപ മുതൽ 7800 രൂപ വരെയാണ് കൃഷ്ണവിഗ്രഹങ്ങളുടെ വില. വിഷു വിപണി ലക്ഷ്യമിട്ട് പയ്യന്നൂർ ഫർക്ക ഖാദി ഗ്രാമോദയ സംഘം കൃഷ്ണവിഗ്രഹങ്ങൾ സജ്ജമാക്കി. വിഷുക്കണിക്ക് കൃഷ്ണവിഗ്രഹം വടക്കേ മലബാറിലും പ്രചാരം നേടിയതോടെയാണ് ഖാദി സംഘം അവരുടെ വിൽപ്പന കേന്ദ്രങ്ങളിൽ കൃഷ്ണവിഗ്രഹങ്ങൾ എത്തിച്ചു തുടങ്ങിയത്. പഴയ കാലങ്ങളിൽ കൃഷ്ണവിഗ്രഹങ്ങൾ കിട്ടാറില്ല. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച കൃഷ്ണവിഗ്രഹങ്ങളാണ് ആദ്യകാലങ്ങളിൽ വിഷുക്കണിക്കായി പലരും വാങ്ങിവെച്ചത്. എന്നാൽ ഇത് നിറം മങ്ങിയും പൊട്ടിയും വികൃതമാകാൻ തുടങ്ങിയതോടെ ഈ വിഗ്രഹത്തെ ജനം കൈവിട്ടു. പലരും ഗുരുവായൂരിൽ പോയി വരുമ്പോൾ പൾപ്പ് ഉപയോഗിച്ചുള്ള കൃഷ്ണവിഗ്രഹങ്ങൾ വാങ്ങിവരാൻ തുടങ്ങി. ഈ വിപണി മനസ്സിലാക്കിയ ഖാദി ഗ്രാമോദയ സംഘം കോഴിക്കോട്, പാലക്കാട് തുടങ്ങിയ കേന്ദ്രങ്ങളിലെ ഖാദി യൂണിറ്റുകൾ നിർമ്മിക്കുന്ന കൃഷ്ണവിഗ്രഹങ്ങൾ ശേഖരിച്ച് അവരുടെ സ്റ്റോളുകളിൽ വിൽപ്പനയ്ക്കൊരുക്കി. ഖാദി ഗ്രാമോദ്യോഗ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഖാദിയിൽ തന്നെ നിർമ്മിക്കുന്ന ഖാദി യൂണിറ്റുകളിൽ നിന്നും കോഴിക്കോട്, പാലക്കാട് തുടങ്ങിയ ഖാദി യൂണിറ്റുകളിൽ നിർമ്മിക്കുന്ന ശ്രീകൃഷ്ണ പ്രതിമകളും വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ 55ഓളം കേന്ദ്രങ്ങളിലും നല്ല വിൽപ്പനയാണ് ഈ വിഷുകാലത്ത്. ശ്രീകൃഷ്ണ പ്രതിമയുടെ വിൽപ്പന വിഷുകാലത്ത് നന്നായി നടക്കാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ കാലം അതിന്റെ ഇരട്ടിയോളം വിൽപ്പനയാണ് നമ്മൾ ഈ വർഷം പ്രതീക്ഷിക്കുന്നത്. ഖാദിയുടെ 50 കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് വിഗ്രഹങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പൾപ്പിലും ഫൈബറിലും പണിത വിഗ്രഹങ്ങളാണുള്ളത്. 390 രൂപ മുതൽ 7800 രൂപ വരെയാണ് വില. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കരിവള്ളൂർ കൃഷിഭവന്റെ നേതൃത്വത്തിലുള്ള പച്ചക്കറി ക്ലസ്റ്റർ ശ്രദ്ധേയമാകുന്നു. 12.5 ഏക്കറിൽ നടത്തുന്ന ഈ പച്ചക്കറി കൃഷി നാടിന് മാതൃകയാവുകയാണ്. നോക്കെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന ഈ പച്ചക്കറിത്തോട്ടം കണ്ടാൽ നിങ്ങൾ അന്യസംസ്ഥാനത്താണോ നിൽക്കുന്നത് എന്ന് സംശയിച്ചേക്കാം. കരിവള്ളൂർ കൃഷിഭവന്റെ മേൽനോട്ടത്തിലുള്ള പുത്തൂരിലുള്ള പച്ചക്കറിത്തോട്ടമാണിത്. 12.5 ഏക്കറിൽ നിറഞ്ഞു പരന്നുകിടക്കുന്ന ഈ പച്ചക്കറിത്തോട്ടത്തിൽ തക്കാളി, മുളക്, പാവക്ക, വെണ്ട, മത്തൻ, കുമ്പളം, നരമ്പൻ എന്നുവേണ്ട എല്ലാ പച്ചക്കറികളും വിളയുന്നു. കൃഷിക്കായി കെ രാജൻ കൺവീനറായുള്ള 11 അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. 20ഓളം കർഷകരാണ് ഇവിടെ പച്ചക്കറി കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. 75,000 രൂപ കൃഷിഭവനിൽ നിന്നും ധനസഹായമായി ലഭിക്കും. കൂടാതെ 2 പമ്പ് സെറ്റുകളും നൽകും. ഇതിനു പുറമെ സാങ്കേതിക സഹായവും നൽകി വരുന്നു. പരിശീലന ക്ലാസുകൾ കൃഷിഭവൻ മുഖേനയാണ് നൽകുന്നത്. കൂടാതെ കൃഷി ആവശ്യത്തിനുള്ള സ്പ്രേയർ പോലെയുള്ള സസ്യസംരക്ഷണ ഉപകരണങ്ങളും നൽകുന്നു. എല്ലാം സൗജന്യമാണ്. രാസകീടനാശിനികളുടെ ഉപയോഗം നന്നേ കുറവാണ്. ജൈവവളങ്ങളും ജൈവ കീടനാശിനികളുമാണ് ഉപയോഗിക്കുന്നത്. പലയിടത്തായി കൃഷി ചെയ്തിരുന്നവരെ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞതാണ് പ്രധാന നേട്ടമായി കാണുന്നതെന്ന് കൃഷി ഓഫീസർ അജയ്കുമാർ പറയുന്നു. 12.5 ഏക്കർ സ്ഥലത്താണ് പച്ചക്കറി കൃഷി ആരംഭിച്ചിട്ടുള്ളത്. 11 അംഗങ്ങളടങ്ങുന്ന ഒരു കർഷകരുടെ ഒരു സമിതിയാണ് ഇത് ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. 75,000 രൂപ ഈ 12.5 ഏക്കർ സ്ഥലത്ത് കൃഷി നടത്തുന്നതിന് ആനുകൂല്യമായി കൃഷി വകുപ്പ് അവർക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സാങ്കേതികമായ സഹായങ്ങൾ, ജൈവ രീതിയിലുള്ള കൃഷി നടത്തുന്നതിനുള്ള എല്ലാവിധ സാങ്കേതിക സഹായവും, അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ രോഗങ്ങൾ, കീടങ്ങൾ എന്നിവ വരുന്ന സമയത്ത് ആ രീതിയിൽ അതിനെ പ്രതിരോധിക്കാനുള്ള സാങ്കേതികമായ അറിവുകളും കൃഷി വകുപ്പ് നൽകി വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ.
പയ്യന്നൂർ നഗരസഭാ പരിധിയിലെ ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടത്തി. വൃത്തിഹീനമായി കാണപ്പെട്ട 3 ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകി. പയ്യന്നൂർ നഗരസഭാ പരിധിയിലെ ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പ് മിന്നൽ പരിശോധന നടത്തി. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ പ്രത്യേക ഉത്തരവിന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ വൃത്തിഹീനമായി കാണപ്പെട്ട 3 ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകി. ലൈസൻസ് ഇല്ലാതെയും വേണ്ടയത്ര ശുചിത്വമില്ലാതെയുമാണ് മിക്ക ഹോട്ടലുകളും പ്രവർത്തിച്ചു വരുന്നതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നു. കുടിവെള്ളം ഗുണമേന്മ പരിശോധന നടത്താതെയാണ് പാചകത്തിന് ഉപയോഗിച്ചു വരുന്നത്. ഹെൽത്ത് കാർഡ് ഇല്ലാത്ത തൊഴിലാളികളിൽ ഭൂരിഭാഗവും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. നോട്ടീസ് കൈപ്പറ്റി 2 ആഴ്ചയ്ക്കുള്ളിൽ ന്യൂനതകൾ പരിഹരിച്ച് പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പയ്യന്നൂർ സെക്ഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർ VP മോഹനൻ അറിയിച്ചു. പരിശോധനയിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ E നന്ദകുമാർ, EV സന്തോഷ്, ശ്രീജേഷ് S, ഗീത KA എന്നിവർ പങ്കെടുത്തു. എട്ടിക്കുളം, ഏഴിമല, കോട്ടയിൽപ്പള്ളി, തലക്കാൽപ്പള്ളി സംയുക്ത മഖാമുറൂസ് 17 മുതൽ 24 വരെ നടക്കും. 15 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ജമാഅത്ത് വൈസ് പ്രസിഡന്റ് KA അബ്ദുൽ സലാം ഹാജി പതാക ഉയർത്തും. തുടർന്ന് തലക്കൽപ്പള്ളി സിയാറത്തും നടക്കും. 17 ഞായറാഴ്ച വൈകിട്ട് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് സ്വീകരണവും നൽകും. തുടർന്ന് മജ്ലിസ് ഉന്നൂറും നടക്കും. അബ്ദുസമ്മദ് പൂക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തും. 18 മുതൽ 23 വരെ വിവിധ വിഷയങ്ങളെ അധികരിച്ച് പ്രഭാഷണങ്ങൾ നടക്കും. 24-ന് ഉറൂസ് സമാപിക്കും. സമാപന നാളിൽ ഖത്മുൽ ഖുർആൻ ദിക്റാദുവ സമ്മേളനവും നടക്കും. അന്നദാനവും ഉണ്ടാകും. ബഷീർ ദാരിമി, മാജിദ് ഉദവി, മജീദ് MP, TP നൌഷാദ്, VV ഗഫൂർ, MTP ഹമീദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി നാട്ടുപച്ച. ഉഷമലരി, നിത്യകല്യാണി എന്നീ സംസ്കൃത നാമങ്ങളിലും ശവക്കോട്ടപ്പച്ച എന്ന പേരിലും അറിയപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് ശവന്നാറിച്ചെടി. തമിഴ്നാട്ടിൽ വൻതോതിൽ കൃഷി ചെയ്യപ്പെടുന്ന ഈ ചെടി 1 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന നിത്യഹരിത സസ്യമാണ്. ക്യാൻസറിന് സിദ്ധൌഷധമായി തീരാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങൾ ഈ ചെടിയിലുണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാർ അടുത്ത കാലത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. സൈനേസി കുടുംബത്തിൽപ്പെട്ട ഈ ചെടിയുടെ ശാസ്ത്രനാമം കഥാറന്തസ് റോഫിയസ് എന്നാണ്. രക്തസമ്മർദ്ദം കുറയ്ക്കാൻ പര്യാപ്തമായ ചില ഘടകങ്ങൾ ഈ ചെടിയുടെ വേരിൽ അടങ്ങിയിട്ടുണ്ട്. 2 തരം പുഷ്പങ്ങളോടുകൂടിയ ഇനങ്ങളുണ്ട് ഇവയുടെ ഇടയിൽ, ഇളം വയലറ്റും വെള്ളയും. ഈ ഔഷധസസ്യം പണ്ടുമുതൽക്കേ പ്രമേഹ രോഗശമനത്തിനായി ഉപയോഗിച്ചു വരുന്നു. ഈ ചെടിയുടെ എല്ലാ ഭാഗങ്ങളും, പ്രധാനമായി വേരിലും തൊലിയിലും, അജിമാലിഡിൻ, ടർപെയിൻഡിൻ, റിസർപ്പിൻ എന്നീ ആൽക്കലോയിഡുകളുണ്ട്. ഇവയ്ക്ക് സർപ്പഗന്ധിയിൽ നിന്നും എടുക്കുന്ന ആൽക്കലോയിഡുമായി സാദൃശ്യമുണ്ട്. ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശമായി തൃക്കരിപ്പൂരിൽ ഫുട്ബോൾ അക്കാദമി ഒരുങ്ങുന്നു. ഇന്ത്യൻ താരം മുഹമ്മദ് റാഫിയുടെ നേതൃത്വത്തിലാണ് അക്കാദമി ആരംഭിക്കുന്നത്. 8 വയസ്സ് മുതലേയുള്ള പരിശീലനം ചിന്തിക്കുന്നവർക്ക് മാത്രമേ നല്ലൊരു ഫുട്ബോളറാനുള്ള സാഹചര്യം ഉണ്ടാവും. പഴയകാലങ്ങൾ പോലെ അവസരങ്ങളിലാണ്. ഒരുപാട് അവസരങ്ങൾ പ്രവേശിക്കുന്നു. ഐസിൽ പോലുള്ള റാഫിയിൽ കളിക്കുന്ന ഐസിലുള്ള താരങ്ങൾ ടൂർണമെൻറ്റുകൾ വരുന്നത് കൂടുതൽ സാധ്യതയാണ്. പ്രാരംഭഘട്ടത്തിൽ തൃക്കരിപ്പൂർ പഞ്ചായത്ത് പരിധിക്കുള്ളിലുള്ള 8 മുതൽ 10 വരെ പ്രായത്തിലുള്ള കുട്ടികൾക്കുള്ള ഗ്രാസ് റൂട്ട് ലെവൽ പരിശീലനമാണ് തുടങ്ങുക. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിച്ചായിരിക്കും ക്യാമ്പ്. ഗ്രാസ് റൂട്ട് ലെവൽ പ്രത്യേക ട്രെയിനിംഗ് ലഭിച്ച പരിശീലകരെ നിയമിക്കും. തൃക്കരിപ്പൂർ ഫുട്ബോൾ അക്കാദമി ഇതിനുവേണ്ടി കേരള ഫുട്ബോൾ അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. മികച്ച 5 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് അടിസ്ഥാനത്തിൽ പരിശീലനം നൽകും. 30 കുട്ടികൾക്കുള്ള ആദ്യ ബാച്ച് 2 വർഷമായിരിക്കും കാലാവധി. 2ാം ഘട്ടം 10 മുതൽ 12 വരെ പ്രായത്തിലുള്ള കുട്ടികൾക്കായിരിക്കും പരിശീലനം. വർഷത്തിൽ 170 ദിവസത്തെ പരിശീലനം ഉണ്ടാകും. അടുത്ത വർഷം ജില്ലാ ലീഗ് മത്സരങ്ങളിൽ യുവപ്രതിഭകളെ കണ്ടെത്തി അവസരം നൽകും. 3 വർഷം കൊണ്ട് ജില്ലയിൽ പ്രൊഫഷണൽ ഫുട്ബോൾ ടീമിന് രൂപം നൽകും. പരിശീലനത്തിന് പുറമെ കുട്ടികൾക്ക് നീന്തലിനും പരിശീലനം നൽകും. മാസത്തിൽ വിദഗ്ധരായ കളിക്കാരെയും പരിശീലകരെയും ഉൾപ്പെടുത്തി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള ബോധവൽക്കരണ ക്ലാസ്, മെഡിക്കൽ ക്ലാസ്, ടീം ഫിസിയോ, ഇൻഷുറൻസ് തുടങ്ങിയവയും ഉദ്ദേശിക്കുന്നുണ്ട്. അക്കാദമി ലെവൽ ടൂർണമെൻറ്റുകൾ, വിനോദയാത്ര എന്നിവയും ക്യാമ്പിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കും.
തടിയങ്കോവൽ സിന്തറ്റിക് മൈതാനം, തൃക്കരിപ്പൂർ മിനി സ്റ്റേഡിയം തുടങ്ങിയവയാണ് പരിശീലനത്തിന് പരിഗണനയിലുള്ളത്. അക്കാദമിയുടെ ടെക്നിക്കൽ കമ്മിറ്റി പഴയകാല താരങ്ങളായ സി അബ്ദുൾ റഹ്മാൻ, ടി ബാലകൃഷ്ണൻ, എം ദാമോദരൻ എന്നിവരാണ്. അക്കാദമി ലോഗോ പ്രകാശനം പ്രസിഡന്റ് NKP അബ്ദുൾ അസീസിന് നൽകി. അക്കാദമി വൈസ് പ്രസിഡന്റ് കൂടിയായ M മുഹമ്മദ് റാഫി നിർവഹിച്ചു. NKP അബ്ദുൾ അസീസ്, സെക്രട്ടറി ദാവൂദ്, CEO M അഹമ്മദ് റഷീദ്, മഹ്റൂഫ് മാസ്റ്റർ, VPP ഷുഹൈബ് തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ സംബന്ധിച്ചു. പെരുവാമ്പ ശ്രീ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിനവും തിരുവപ്പന മഹോത്സവവും സമാപിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ തിരുവപ്പന വെള്ളാട്ടവും അരങ്ങിലെത്തി. ഏപ്രിൽ 10, 11 തീയതികളിലായാണ് പെരുവാമ്പ ശ്രീ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിനവും തിരുവപ്പന മഹോത്സവവും നടന്നത്. ഏപ്രിൽ 10 ഞായറാഴ്ച പെരുവാമ്പ ശ്രീ വയനാട്ടുകുലവൻ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട കലവറ നിറയ്ക്കൽ ഘോഷയാത്രയോടെയാണ് ഉത്സവ പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് മുത്തപ്പൻ ദൈവത്തിൻ്റെ മലയിറക്കൽ, അന്തിവെള്ളാട്ടം, ഗുളികൻ ദൈവത്തിൻ്റെ തുടങ്ങൽ, കളിക്കപ്പാട്ട്, അന്തിവേല, വെള്ളകൊട്ട് എന്നിവയും നടന്നു. തിങ്കളാഴ്ച രാവിലെ 5 മണിയോടെ തിരുവപ്പന വെള്ളാട്ടം പുറപ്പാടും രാവിലെ 8 മണിക്ക് ഗുളികൻ ദൈവം പുറപ്പാടും നടന്നു. ഉത്സവത്തിൻ്റെ ഭാഗമായി വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി. പുലർച്ചെ നടന്ന തിരുവപ്പന വെള്ളാട്ടം കാണാൻ നിരവധി പേരാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മൊബൈൽ പാലസിന്റെ 10ാം വാർഷികം വിപുലമായ പരിപാടികളോടെ നടന്നു. ഷോറൂമിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. K തമ്പാൻ, VTV രാഘവൻ മാസ്റ്റർ, PK സുരേഷ് കുമാർ, സ്ഥാപനത്തിന്റെ MD നബീൽ, PP അബൂബക്കർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തായ്നേരി ലയൺസ് ക്ലബിന് സമീപത്തെ പരേതനായ പോൾസന്റെ ഭാര്യ പ്രമീള പോൾ നിര്യാതിയായി. 70 വയസ്സായിരുന്നു. റിറ്റോ, എഡിലൈൻ പീറ്റർ, ഫാദർ വിൽസൺ എന്നിവർ സഹോദരങ്ങളാണ്. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. കൊല്ലം പറവൂരിലെ വെടിക്കെട്ട് അപകടം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ പ്രശംസനീയാർഹമാണോ? പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. കൊല്ലം പറവൂരിൽ നടന്ന വെടിക്കെട്ട് ദുരന്തം നടന്ന ഉടനെ തന്നെ പ്രധാനമന്ത്രിയും കേന്ദ്ര സംഘവും അതുപോലെ സംസ്ഥാന മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഉദ്യോഗസ്ഥരും പോലീസും നാട്ടുകാരും പാർട്ടി ഭേദമന്യേ ഒരുമിച്ചുള്ള രക്ഷാപ്രവർത്തനം ഏതർത്ഥത്തിലും വളരെയധികം സ്വാഗതാർഹമുള്ള ഒരു നടപടിയാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. ഇതുപോലെ രക്ഷാപ്രവർത്തനങ്ങൾ വളരെ വേഗം നടത്തി ജനങ്ങൾക്ക് ആശ്വാസം പകർന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രത്യേകം പ്രശംസ അറിയിക്കുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും കേരളത്തിലെ ഭരണ പ്രതിപക്ഷ കക്ഷി നേതാക്കന്മാർ സ്ഥലം സന്ദർശിക്കുകയും അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ദുരിതാശ്വാസം നൽകുകയും ചെയ്തു എന്ന് കാണുമ്പോൾ കുറേ കൂടി മനസ്സിന് സമാധാനമായി. കാരണം അവിടെ ഭരണകക്ഷി പ്രതിപക്ഷം എന്നൊരു വേർതിരിവില്ലാതെ ജനങ്ങളുടെ ഈ കഷ്ടപ്പാടുകളിൽ നിന്നും എങ്ങനെ അവർക്കൊരു രക്ഷ നൽകാനാവും, ഒരു കൈ സഹായിക്കാനാവുന്നതിനെ കുറിച്ചായിരുന്നു അവരുടെ എല്ലാവരുടെയും പ്രവർത്തന ശൈലി. വൈകുന്നേരമാകുമ്പോഴേക്കും നമ്മുടെ പ്രധാനമന്ത്രി അവിടെ എത്തി. അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി എത്തി. BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അമിത്ഷാ, അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ പല പ്രമുഖ നേതാക്കന്മാർ അവർ എത്തുകയും ക്യാമ്പ് ചെയ്ത് ജനങ്ങൾക്ക് ദുരിതാശ്വാസം എങ്ങനെ നൽകുമെന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ വാസ്തവത്തിൽ അഭിമാനം തോന്നി. കാരണം രാജ്യത്തുള്ള പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഐക്യത്തോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ എങ്ങനെ നമ്മുടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് രാജ്യത്തെ നയിക്കാൻ സാധിക്കുമെന്നതിനെ കുറിച്ചാണ് ഞാൻ ആലോചിച്ചു പോയത്. വാസ്തവത്തിൽ തീർച്ചയായും ശ്ലാഘനീയമായ ഒരു പ്രവർത്തനമായിരുന്നു ഇന്നലെ നമ്മുടെ ദേശീയ നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കന്മാർ കാഴ്ചവെച്ചത്. ഈ ശൈലി തുടർന്നും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ നടത്തണം, അവർ നടത്തിയേ തീരൂ. നടത്തിയാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവൂ എന്നാണ് എൻ്റെ മനസ്സിൽ പതിഞ്ഞത്. ആ ദുരന്തം വളരെ ദുഃഖവും പ്രയാസവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. എന്നാൽ ഏറെ സന്തോഷവും ആശാവഹവുമായ ഒരു സംഭവം കൂടി ഉണ്ടായതിൽ വളരെയേറെ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമുക്കറിയാം, ജാതി മത
വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഒരുമയോടുകൂടെ ഇന്നലെ രാഷ്ട്രീയത്തിനും കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിക്കൊണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള ഓരോ വ്യക്തിയും വളരെ പ്രബുദ്ധരായിക്കൊണ്ട് ഇടപെടുന്ന ഒരു സാഹചര്യം കണ്ടപ്പോൾ ഏറെ ആശിക്കുകയും ഇത്തരമൊരു സംരംഭം തുടർന്നു പോവുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ പുരോഗതിയും അതുപോലെ തന്നെ രാജ്യത്ത് ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളും അതുപോലെ തന്നെ വംശീയതയുടെ പേരിലും മറ്റും നടക്കുന്ന എല്ലാ വേണ്ടാത്തരങ്ങളും അവസാനിച്ചുകൊണ്ട് ഒരുമയോടുകൂടെ ജാതി മത വ്യത്യാസമില്ലാതെ ഒരുമയോടുകൂടെ നമ്മുടെ ഇടയിൽ ചില ചിന്തകളിലൂടെ ചില പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ മനുഷ്യ മനസ്സുകൾക്കിടയിൽ ഉണ്ടായിരുന്ന മതിൽക്കെട്ടുകളെ തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ നടന്നിട്ടുള്ള വെടിക്കെട്ട് അപകടം ലോകത്തെ നടുക്കിയിട്ടുള്ള ഏറ്റവും വലിയ ദാരുണമായ സംഭവമാണ്. സ്വാഭാവികമായിട്ട് അതിൻ്റെ പിന്നിൽ ഈ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള വളരെ ഗൗരവതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. തോന്നിയ പോലെ അത് ആലോചിക്കേണ്ട പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ വെടിക്കെട്ട് ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നടക്കുന്നതെങ്കിലും അതിൻ്റെ പിന്നിൽ ശക്തമായിട്ടുള്ള നിർദ്ദേശം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. അത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇത്തരം ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് വെടിക്കെട്ട് പടക്കം പൊട്ടിക്കുന്ന പരിപാടി പല ക്ഷേത്രങ്ങളിലും മുമ്പ് തൃശ്ശൂർ പൂരത്തിന് അതൊരു അനുഭവ കഥയാണ്. വേലേഷന് പോയപ്പോൾ 4 പേർ മരിക്കാനിടയായി. അതും ഗൗരവമായിട്ട് കാണാത്ത ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ലോകത്ത് തന്നെ നടത്തിയിട്ടുള്ള ഈ പ്രശ്നം വളരെ ഗൗരവത്തോടു കൂടി കണ്ടിട്ടെങ്കിലും ആഘോഷമൊക്കെ നല്ല തന്നെ, പക്ഷേ ജനങ്ങളുടെ ജീവൻ കൊണ്ട് പന്താടുന്ന ഈ പരിപാടിക്ക് ശക്തമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നാണ് അഭിപ്രായം. നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിറ്റാരിക്കാലിൽ നടന്ന തൃക്കരിപ്പൂർ മണ്ഡലം UDF തിരഞ്ഞെടുപ്പ് പൊതുയോഗം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. BJPയെ നേരിടാൻ ലഭിച്ച പല അവസരങ്ങളും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പാഴാക്കിക്കളഞ്ഞുവെന്ന് മുഖ്യമന്ത്രി. മറ്റുള്ളവരോട് വിരോധം തീർക്കാൻ അക്ഷരവിദ്യയെ വ്യഭിചരിക്കരുതെന്ന് കഥാകൃത്ത് T. പത്മനാഭൻ. പയ്യന്നൂർ LIC ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്ക് പതിവാകുന്നു. ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസിനെ ഏർപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. കരിവെള്ളൂർ കൃഷിഭവന്റെ നേതൃത്വത്തിലുള്ള പച്ചക്കറി ക്ലസ്റ്റർ ശ്രദ്ധേയമാകുന്നു. മറ്റൊരു വിഷുക്കാലം കൂടി. വിഷുക്കണിയാകാൻ ഖാദി കേന്ദ്രങ്ങളിൽ ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ ഒരുങ്ങി. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.